ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം എന്താ? ഇത്രയും സന്തോഷായിട്ടിരിക്കാൻ? സന്തോഷം ഉണ്ടാകുന്ന വാർത്തയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ദേശാഭിമാനികളാണെങ്കിൽ നിങ്ങൾക്കും സന്തോഷമുണ്ടാകും, നിങ്ങളും ചിരിക്കും. കാരണം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ മുൻപിൻ നോക്കാതെ ചെയ്തിരിക്കണം. ഇപ്പം നമുക്കറിയാം, ചെങ്കോട്ടയിൽ വലിയ സ്ഫോടനം ഉണ്ടാക്കി ഇന്ത്യയിൽ പലയിടത്തും സ്ഫോടനം നടത്താൻ തീരുമാനിച്ച ഡോക്ടർമാരുടെ സംഘം. ഈ ഡോക്ടർമാരുടെ സംഘം പഠിച്ചത് ഫരീദാബാദിലുള്ള, ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥനായ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ്. അയാളുടെ സഹോദരനെയും 2 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത്, അറിയാമല്ലോ, അവിടെ പഠിച്ച അവിടുത്തെ ഡോക്ടർമാരാണ് പൊട്ടിത്തെറിച്ചതും പൊട്ടിത്തെറിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതും എല്ലാം അവിടുത്തെ ഡോക്ടർമാരാണ്. അപ്പോൾ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലാണ്. അയാളുടെ അനിയൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖിയെ ഹരിയാന പോലീസും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലാണ്. അപ്പോൾ ഒരു സർവകലാശാല തുടങ്ങുക, ആ സർവകലാശാലയിൽ ഭീകര പ്രവർത്തനം നടത്താനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. കേട്ടിട്ട് പോലുമില്ല നമ്മൾ. രാജ്യത്തൊരു യൂണിവേഴ്സിറ്റി ടെറർ ബ്രീഡിംഗ് സെൻ്ററായി ഭീകരപ്രവർത്തകരെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ഇടിച്ച് പൊളിച്ച് കളയാൻ തീരുമാനമായിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഓർക്കും. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് നിയമവിരുദ്ധമായി രാജ്യത്തെ ക്രമസമാധാനത്തിന് ഭംഗമുണ്ടാക്കുന്ന, ആളുകളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ആളുകളുടെ എല്ലാം കെട്ടിടങ്ങൾ ഇടിച്ച് പൊളിക്കുന്ന പരിപാടി തുടങ്ങിയത് യോഗി ആദിത്യനാഥാണ്. യോഗി അത് ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ യോഗിയെ സ്നേഹത്തോടെ, ആദരവോടെ ബുൾഡോസർ ബാബ എന്ന് വിളിക്കാറുണ്ട്. ബുൾഡോസർ ബാബ തുടങ്ങി വെച്ച ഈ നയം രാജ്യത്തെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അവരങ്ങ് ഇടിച്ച് പൊളിച്ചു. അവിടെ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ, വലിയ കൊലപാതകങ്ങൾ നടത്തിയാൽ കോടതി ഒന്നും ശിക്ഷിക്കാൻ കാത്തു നിൽക്കില്ല, ബുൾഡോസർ വരെ ഇടിച്ചങ്ങ് പൊളിക്കും. അവസാനം ഇതിനെതിരെ ചില ആളുകൾ കോടതിയിലൊക്കെ പോയി, ഒരുത്തൻ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മാതാപിതാക്കളെ ശിക്ഷിക്കാമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഈ ഉമർ നബി പൊട്ടിത്തെറിച്ച് ചെങ്കോട്ടയിൽ കാർ ബോംബ് പൊട്ടി ആളുകളെ കൊന്ന, 12ഓളം ആളുകളെ കൊന്ന, ഇന്ത്യയിൽ പലയിടത്തും ഭീകരപ്രവർത്തനം നടത്താൻ തീരുമാനിച്ച സംഘത്തിലെ ഉമർ നബിയുടെ വീട് സൈന്യം പൊളിച്ചു കളഞ്ഞപ്പോൾ അയ്യോ മഞ്ഞുകാലമാണ്, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ തണുത്ത് പറച്ച് ചാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകരും കോൺഗ്രസ്സുകാരൊക്കെ വന്നിരുന്നു. പക്ഷെ രാജ്യത്തെ ജനങ്ങളെ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ 10,000-കണക്കിന് ആളുകളെ കൊല്ലാൻ തീരുമാനിച്ച അവൻ്റെയൊക്കെ അച്ഛനും അമ്മയും തണുക്കും എന്ന് പറയുന്നിടത്താണ് മനുഷ്യാവകാശം. ഇപ്പം നമ്മുടെ കേരളത്തിലൊരു ഉമ്മയുണ്ട്, കാശ്മീരിൽ പോയി ഭീകര പ്രവർത്തനം നടത്തി സൈന്യവുമായി ഏറ്റുമുട്ടി സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ച മകൻ്റെ ജഡം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഒരു ഉമ്മ കേരളത്തിലുണ്ട്. പക്ഷേ കാശ്മീരിലെ ഈ ഭീകര ഡോക്ടർമാരുടെ മാതാപിതാക്കൾ ആരും തങ്ങളുടെ മക്കൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു, അയ്യോ എൻ്റെ മോനൊന്നും ചെയ്യത്തില്ല, എൻ്റെ മോൻ പാവമാണ്, അവന് പൂക്കൾ ഇഷ്ടമാണ്, പൂമ്പാറ്റ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മക്കളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് സുരക്ഷാ സേന ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. ഇതൊക്കെ സത്യത്തിൽ യോഗി തുടങ്ങി വെച്ചതാണ്. ഇതിലൊക്കെ സുപ്രീം കോടതിയിലൊക്കെ പോയി, സുപ്രീം കോടതി അങ്ങനെ തടഞ്ഞൊന്നുമില്ല. സുപ്രീം കോടതിയോട് പോയിട്ട് ഈ സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞു, ഞങ്ങൾ പൊളിക്കുന്നത് വെറുതെ അങ്ങ് പൊളിക്കുമെന്നില്ല, നോട്ടീസ് കൊടുക്കും. ഇത് പൊതുസ്ഥലം കയ്യേറി വലിയ മണിമാളികൾ, വലിയ മസ്ജിദുകൾ, വലിയ കല്യാണ മണ്ഡപങ്ങൾ, വലിയ കൂറ്റൻ വീടുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്ത് കവർന്നെടുത്ത് മസ്ജിദുകൾ ഉണ്ടാക്കുന്നു, കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പൊളിക്കും, ഇതിനൊക്കെ നോട്ടീസ് കൊടുക്കും, പൊളിച്ചു കളയും. അങ്ങനെ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അല്ല, നിയമാനുസൃതമാണെങ്കിൽ പൊളിച്ചോ എന്ന് പറഞ്ഞു. നിയമാനുസൃതമല്ലാത്ത, അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP സർക്കാരുകൾ വന്നതുകൊണ്ടാണ് കാലങ്ങളായി കോൺഗ്രസ്സുകാർ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർ കൈയേറുന്ന ഭൂമികൾക്കൊക്കെ പട്ടയം കൊടുത്ത്, പട്ടയം പോലും ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ തുടർന്നോളൂ എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അവർ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് വലിയ കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, വീടുകളൊക്കെ ഉണ്ടാക്കി അനധികൃത കുടിയേറ്റക്കാർ, ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ, റോഹിംഗ്യൻസ്, ഇവരെല്ലാം ഇങ്ങനെ വന്ന് താമസിക്കുക. അപ്പോൾ ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് ആസാം, ബംഗാളിൽ ഭരിക്കുന്ന മമതയാണെങ്കിൽ പോലും അവിടുന്ന് ഇപ്പോൾ ആളുകൾ ഓടുകയാണ്, കൊടുക്കി എടുത്തിട്ട്. അതിൻ്റെ കാര്യം നമുക്ക് പിന്നാലെ പറയാം. അങ്ങനെ ഈ അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി താമസിക്കുന്ന ആളുകളെ പൊളിക്കാനുള്ള നടപടി ബുൾഡോസർ രാജ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വളരെ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ വിഷയം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം രാജ്യത്ത് ഒരൊറ്റ
ദേശാഭിമാനിക്കും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇത്തരം ഒരു സർവകലാശാലയുടെ പ്രവർത്തനം അംഗീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഈ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് തന്നെ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ. നാക്കിൻ്റെ അംഗീകാരമില്ല, അങ്ങനെ ഒരു അംഗീകാരവും ഇല്ലാതെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അഹമ്മദ് പട്ടേലിൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടെ താല്പര്യാർത്ഥം തുടങ്ങിയ സർവകലാശാലയാണ്. നിറയെ കാശിൻ്റെ ഇടപാടുണ്ട്. ഇപ്പോൾ ED പരിശോധന നടത്തിയപ്പോൾ ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നറിയോ? 415.1 crore രൂപീസ്, 415 കോടി 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അത് പരിശോധിച്ചപ്പോൾ ED പരിശോധിച്ചപ്പോൾ പണം എവിടെ വന്നോന്നറിയില്ല. പണമുണ്ട്, എവിടെ നിന്ന് വന്നോന്നറിയില്ല. സോഴ്സ് ഇല്ലാത്ത 415 കോടി രൂപ കിടക്കുകയാണ്. പാകിസ്ഥാൻ കൊടുത്തതായിരിക്കും. പാകിസ്ഥാൻ്റെ പിന്തുണയോടെയാണല്ലോ ഈ സ്ഫോടനമൊക്കെ നടന്നത്. ഏതായാലും സിദ്ദിഖ് ജയിലിലാണ്. സിദ്ദിഖിക്ക് മധ്യപ്രദേശിൽ കുറച്ച് ഭൂമിയുണ്ട്. മധ്യപ്രദേശിലെ ഭൂമി എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൽ ഒരു സർക്കാർ സ്ഥാപനമുണ്ട്. അതായത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വാർ കൻറ്റോൺമെൻറ്റ് ബോർഡ് എന്ന് പറയും. അതായത് യുദ്ധകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, പിന്നെ ബ്രിട്ടീഷുകാർ ലോകമഹായുദ്ധങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നപ്പോൾ നമ്മളും ഇന്ത്യൻ സൈന്യവും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടൻ്റെ സൈന്യത്തിനോടൊപ്പം പോരാടിയിട്ടുണ്ട്. അന്നത്തെ ചില തർക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയൊരു ബോർഡാണ് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വാർ കൻറ്റോൺമെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ അച്ഛനായ ഹമീദ് അഹമ്മദ് സിദ്ദിഖിക്ക് കുറേ ഭൂമി കൊടുത്തിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂമി കൊടുത്തു. ആ ഭൂമിയിലാണ് ഇവരുടെ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ ഭൂമി പക്ഷേ അന്നും ബ്രിട്ടീഷുകാർ കൊടുത്ത ആ ഭൂമി കൊടുത്തത് നിങ്ങൾക്കവിടെ ഒരു വീടുണ്ടാക്കി താമസിക്കാമെന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ആ വീടിന് പകരം ഇവരുടെ കുടുംബ വീടെന്ന് പറയുന്ന ആദ്യത്തെ കെട്ടിടം ഉണ്ടാക്കി. ആ കുടുംബ വീട് 4 നിലയിലാണ് പണിത്. കുടുംബ വീടല്ല, ഓഫീസായിട്ട് അങ്ങ് കൊടുത്തു. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അൽഫലാഹ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, അൽഫലാഹ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് നമ്മുടെ തിരുവനന്തപുരത്തും ഉണ്ട് അൽഫലാഹിൻ്റെ ഒരു സ്ഥാപനം. അങ്ങനെ ലോകത്തെമ്പാടും ഇസ്ലാമിക ഫണ്ട് വന്നിട്ട് അത് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ അൽഫലാഹ്. ഈ അൽഫലാഹയുടെ പേരിൽ ഇവർക്ക് ബ്രിട്ടീഷ് കാലത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത ഭൂമിയിൽ 4 നില കെട്ടിടം പണിതുയർത്തി. അത് 95-96 ആയപ്പോൾ തന്നെ ഇയാൾ എന്ത് ചെയ്തു? ഈ ഭൂമി ബ്രിട്ടീഷുകാർ താമസിക്കാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. ഉടമസ്ഥാവകാശമൊന്നും ഇയാളുടെ അപ്പനില്ല. പക്ഷേ അപ്പം മരിച്ചതിന് ശേഷം ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി അധികൃതരെ ഈ കൻറ്റോൺമെൻറ്റ് ബോർഡിനെ സമീപിച്ചിട്ട് ഞങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ബോർഡ് പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാൻ തന്ന ഭൂമിയിൽ ഇപ്പോൾ നിങ്ങളൊരു വലിയ 4 നില കെട്ടിടം ഉണ്ടാക്കിയിരിക്കുക, അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് 96-ലും 97-ലും ഈ വീട് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ കോൺഗ്രസ് സർക്കാരുകളെ സ്വാധീനിച്ച് ഇത് പൊളിപ്പിക്കാതെ തുടരുകയായിരുന്നു ഇക്കണ്ട കാലം അത്രയും. ഇപ്പോൾ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഹരിയാനയിൽ BJP എപ്പോൾ ഭരിക്കുന്നത്? BJP സർക്കാരിൻ്റെ മുന്നിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുകയും മധ്യപ്രദേശ് സർക്കാരിലെ ഈ ബോർഡിനെ ഇത് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കൻറ്റോൺമെൻറ്റ് ബോർഡ് ഇന്നലെ വന്നിട്ട് ഇയാളുടെ സ്ഥാപനങ്ങളുടെ മുന്നിൽ നോട്ടീസ് പതിച്ചു. 3 ദിവസത്തിനകം ഇറങ്ങണം. 3 ദിവസത്തിനകം ഇറങ്ങിയില്ലെങ്കിൽ 4-ാം ദിവസം ബുൾഡോസർ വരും, പൊളിക്കുമെന്നുള്ളത്. അപ്പോൾ ഞാൻ സന്തോഷിക്കണ്ടേ? നമ്മുടെ രാജ്യത്ത് ഡിസംബർ 6-ന് മുമ്പ് നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊല്ലാൻ, നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാൻ പദ്ധതിയിട്ട ഗൂഢാലോചനയുടെ കേന്ദ്ര സ്ഥാപനമായ, ബോംബുണ്ടാക്കിയ സ്ഥലമായ ആ സർവകലാശാലയ്ക്ക് എതിരെയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഉടമസ്ഥരെ ജയിലിലിട്ടു. പക്ഷേ കമ്പ് ഇതിനെ പൊളിക്കാൻ, കല്ലിന്മേൽ കല്ലില്ലാതെ ഇതിനെ തീർത്ത് കളയാൻ വേണ്ടിയുള്ള നടപടി മധ്യപ്രദേശിൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ കെട്ടിടം 3 ദിവസം കഴിയുമ്പോൾ ബുൾഡോസർ വെച്ച് തകർക്കാൻ BJP സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അൽഫലാഹിൻ്റെ ആദ്യത്തെ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ കല്ല് വീഴുമ്പോൾ പറ്റിയ പടക്കം മേടിച്ച് ഞാൻ പൊട്ടിക്കും. ചിരിക്കണ്ടേ? സന്തോഷിക്കണ്ടേ? കാരണം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു ഭീകരവാദ സംഘടനയ്ക്ക് വളവും വെള്ളവും നൽകിയ ഒരു സർവകലാശാലയുടെ മുതലാളിയുടെ ആദ്യത്തെ കെട്ടിടം പൊളിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും കൈയടിക്കണം. കാരണം ഇപ്പോൾ ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെ തകർക്കാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാരുണ്ട്, BJP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം. 96 ഞാൻ പറഞ്ഞല്ലോ, 95-96 കാലത്ത് കണ്ടെത്തിയതാണ്. നിയമവിരുദ്ധമായിട്ടാണ് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നും ചെയ്തില്ല ഇവർ. ഇപ്പോൾ ചെയ്യാൻ
ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവനെ അടിച്ച് തകർത്ത് മണ്ണോട് മണ്ണ് ചേർക്കാൻ ഈ രാജ്യത്ത് നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണകൂടമുണ്ട് എന്നതിൻ്റെ തെളിവാണ് അൽഫലായ്ക്ക് നേരെ 3 ദിവസം കഴിയുമ്പോൾ ബുൾഡോസറുകൾ ഉരുണ്ട് ഇരമ്പി എത്തുമ്പോൾ, മുരണ്ട് വരുമ്പോൾ നമുക്ക് അഭിമാനിക്കാം.